സ്ലിറ്റ് തെക്കാനായിട്ട് ഒരു കിട്ടില്ല മാർഗമാണ് നമ്മൾ പറയുന്നത് കാണിച്ചു തരാം കേട്ടോ. അതെ, അപ്പോൾ നമ്മുടെ സ്ലിറ്റ് തയ്ക്കാനായിട്ട് ബോഡി നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എത്ര വരെ വേണോ അതുവരെ ചെയ്ത ശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പിലാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. അതായത് 1 ഇഞ്ച് തയ്യൽ തുമ്പ് വരെ നമ്മൾ ബോഡി ക്ലോസ് ചെയ്ത് നിർത്തിയിട്ടത് കണ്ടോ. അതെ, 1 ഇഞ്ച് കറക്റ്റ് 1 ഇഞ്ച് നമ്മൾ സ്ലിറ്റ് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞത് ഇത് കണ്ടോ. അതെ, ഇതുപോലെ നമ്മൾ മടക്കാം. ഓക്കെ, അതായത് ആ സ്ലിറ്റിനുള്ള ഭാഗം ആദ്യം ഒരു സൈഡ് ഇങ്ങനെ കറക്റ്റ് 1 ഇഞ്ചിൽ മടക്കുക. എല്ലാവരും സ്ലിറ്റ് 1 ഇഞ്ചിൽ തന്നെ ചെയ്തെടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമുക്കതൊരു ഇത്ര പെർഫെക്റ്റ് ആയിട്ട് വരില്ല. ഇനി അതേപോലെ തന്നെ നമ്മുടെ കുർത്തിയുടെ ബാക്ക് വശത്തിൻ്റെ സൈഡും ഇത് കണ്ടോ, നോക്കിക്കോട്ടോ. അതെ, ഇത് നമ്മൾ ആദ്യം ഇങ്ങനെയല്ലേ മടക്കിയത്, ഇതിങ്ങനെ കറക്റ്റ് 1 ഇഞ്ചിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അടിവശം, അടിയത്തെ കുർത്തിയുടെ അടിയിലെ പോർഷനും നമുക്ക് മടക്കണം കേട്ടോ. നമ്മൾ ആ ഹിപ്പ് അല്ലെങ്കിൽ സ്ലിറ്റ് തുടങ്ങുന്ന ഭാഗം തൊട്ടിട്ട് താഴെ വരെ മടക്കണം. ദേ നോക്കിക്കേ, ഇത് ബാക്ക് പോർഷൻ, 2 സൈഡ്, ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും അങ്ങനെ നമ്മൾ അത് മടക്കി വെച്ച് സെപ്പറേറ്റ് ആണ് മടക്കിക്കുന്നത്. അത് കണ്ടോ, അതെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, എന്നിട്ട് നമ്മൾ കൈ കൊണ്ടൊന്നും ആക്കി കൊടുക്കുക. ശരിക്കും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് ബിഗിനേഴ്സിനാകുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ചിങ് മെഷീൻ്റെ മുന്നിൽ വെച്ച് ചെയ്താൽ മതി. എന്നിട്ട് ഇനി എവിടെയാണ് തയ്ക്കണമെന്ന് കാണിച്ചു തരാം. അതെ കണ്ടോ, ഇപ്പം നമ്മളിങ്ങനെ മടക്കി വെച്ചില്ലേ, ഇത് കണ്ടോ. എന്നിട്ട് അതിനെ സെപ്പറേറ്റ്, അതായത് ഫ്രണ്ടും ബാക്കും നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കണേ. ഇത് കണ്ടോ, രണ്ടും നമ്മൾ ഇതുപോലെ മടക്കിയിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്, വീഡിയോ ലാഗ് ചെയ്യണമെന്ന് തോന്നരുത്. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പോർഷൻ എടുക്കാം, ഫ്രണ്ടോ ബാക്കോ ഏതെങ്കിലും ഒരു എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ തുമ്പ് വശത്തൂടെ അടിച്ചു വരിക. അതാണ് ഇതിൽ ചെയ്യേണ്ടത് ഫസ്റ്റ്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആർക്കും അറിയാത്തൊരു ടെക്നിക്കാണ്. അപ്പോൾ ചിലർ പറയും ഇത് ഞങ്ങൾക്കൊക്കെ അറിയാൻ പറയും. ഓക്കെ, പക്ഷെ എല്ലാവർക്കും അറിയണം നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ടാട്ടോ ഇത് ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആയിരിക്കും. നന്നായി ചെയ്യുന്നവർക്ക് അവർ ആ വഴി തന്നെ ചെയ്തോട്ടെ. ചിലർ പറയേ ഇതെല്ലാം മറ്റതാ നല്ലത്, ആയിക്കോട്ടെ, പക്ഷെ ഒട്ടും ശരിയാവാത്തൊരിതൊന്ന് ട്രൈ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് തുമ്പ് വശത്തൂടെ നമ്മളത് ഇങ്ങനെ അടിച്ചു വരിക കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ടോ, അപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് നമ്മൾ 1 ഇഞ്ച് തന്നെ ആയിരിക്കണം. അതായത് 1 ഇഞ്ചിലാണ് നമ്മൾ മടക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. 1 ഇഞ്ചിൽ മടക്കി വെച്ചിട്ട് ആ തുമ്പ് വശത്തൂടെ നമ്മൾ ഇതുപോലെ അടിച്ചു വരിക. എന്നിട്ട് അതിൻ്റെ മറ്റേ സൈഡ് ഉണ്ടല്ലോ, അത് നോക്കിക്കേ, ആ ഒരു നമ്മൾ വി ഷേപ്പ് വരുന്ന ഭാഗം കണ്ടോ, അവിടെയൊക്കെ നമ്മൾ കറക്റ്റ് ഒന്ന് മടക്കി തന്നെ വെക്കണം. എന്നിട്ട് നമ്മളിവിടെ വരുമ്പോൾ നമ്മളൊരു വി ഷേപ്പിൽ അങ്ങോട്ടേക്ക് തിരിച്ചു പോകണം, ഇപ്പുറത്തേക്ക് വരണം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇവിടുത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി വെക്കുക. ഒന്ന് ഉള്ളിൽ അടിയിൽ ചുരുക്കം വരാൻ പാടില്ല. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അടിയിൽ ഇങ്ങനെ തുണി ചുരുങ്ങി പോവുകയൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പം നീഡിലിറക്കി പ്രഷർ ഫുട്ട് പൊക്കി തുണി തിരിച്ച് അതിനുശേഷം വീണ്ടും നമുക്ക് തുണി ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കറക്റ്റായിട്ട് ആ മടക്ക് 1 ഇഞ്ച് മടക്ക് കറക്റ്റാക്കി വെച്ച് എന്നതിന് ശേഷം പ്രഷർ ഫുട്ടൊക്കെ നമ്മൾ താഴ്ത്തി വെച്ച് ഇനി നമുക്ക് ആ തുമ്പ് വശത്തൂടെ അടിച്ചു വരിക. അപ്പോൾ ആദ്യം നേരത്തേക്ക് നമ്മൾ സ്ലിറ്റ് അടിക്കുമ്പോൾ സ്ക്വയർ ആയിരുന്നു അടിച്ചത് അല്ലേ ഫസ്റ്റ്. എന്നാൽ ഇനി ഇതുപോലെ അടിച്ച് നോക്കൂ കേട്ടോ. ആ ഒരു സ്ക്വയർ കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വി ഷേപ്പ്, അതാണ് ഫസ്റ്റ് അടിക്കുക. കറക്റ്റ് ആ തുമ്പ് വശത്തൂടെ നമ്മൾ അടിച്ചു വരിക കേട്ടോ. ഇപ്പോൾ 2 സൈഡ് ഇതേപോലെ തന്നെ ചെയ്യാൻ. ഞാനിപ്പോൾ ഒരു സൈഡേ കാണിക്കണുള്ളൂ. എത്രയും സ്ലോ ആയിട്ട് ഞാൻ വീഡിയോ കാണിച്ചു തരുന്നത്. ഒട്ടും തന്നെ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടില്ല. ഇപ്പം നമുക്ക് നോക്കിക്കാൻ വീഡിയോ ഇഷ്ടമാക്കാൻ ഒരു ഷെയർ, ഒരു ലൈക്ക്, ഒരു കമൻറ്റും മറക്കരുത് കേട്ടോ പ്ലീസ്. അതെനിക്ക് ഒരേ ഒരു റിക്വസ്റ്റേ ഉള്ളൂ. ഇപ്പം നമുക്കിങ്ങനെ കിട്ടിയില്ലേ ഫ്രണ്ട്സ്, കണ്ടല്ലോ, തീർന്നിട്ടില്ല. ഇപ്പം നമുക്ക് നോക്കിക്കുക, ആ ഒരു വി ഷേപ്പ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം പറഞ്ഞാൽ ആ 1 ഇഞ്ച് നമ്മുടെ ഇങ്ങനെ കിടക്കുന്നില്ലേ, അതിനെ നമുക്ക് അതിൻ്റെ ആ തയ്യൽ തുമ്പിനെ ഇങ്ങനെ ഉള്ളിലോട്ടേക്കൊന്ന് മടക്കുക. ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് വെക്കുക. അത് കണ്ട, ഒറ്റ മടക്കുള്ളിലോട്ട് മടക്കിയിട്ട് അതുപോലെ അങ്ങ് വെക്കുക. എന്നിട്ട് നമ്മൾ ആ മടക്കിൻ്റെ ഭാഗത്താണ് തയ്ക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മടക്കാം. ഇത്രയേ ഉള്ളൂ. അതായത് അതിൻ്റെ പകുതിക്കുള്ളിലോട്ട് അങ്ങോട്ട് മടക്കാം. എന്നിട്ട് കറക്റ്റായിട്ട് കുർത്തിയുടെ മേലെ അതിങ്ങനെ വെച്ച ശേഷം നമുക്ക് നമ്മൾ നേരത്തെ ആദ്യമായിട്ട് ചെയ്യുന്നതായിരുന്നു, പക്ഷേ ഇത് ഇങ്ങനെ ചെയ്താൽ മതി. ഇതുണ്ടോ, ഇതിങ്ങനെ ഒന്ന് മടക്കുക, തയ്ക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് എളുപ്പമല്ലേ നിങ്ങൾക്ക്? ഇപ്പോൾ ചിലവരൊന്നും സമ്മതിച്ചില്ല, സമ്മതിക്കാത്തവർ സമ്മതിക്കേണ്ട. പക്ഷെ ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടും ഇത്, ഉറപ്പായിട്ടും ഞാൻ പറയുന്നതാണ്. അപ്പോൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി സ്ലിറ്റ് കുർത്തി അടിക്കുമ്പോൾ ചിലവർക്കൊക്കെ പ്രശ്നമാണ്. പണ്ടൊക്കെ ഞാൻ സ്ലിറ്റ് നമ്മൾ അടിക്കാനായിട്ട് തയ്യൽ പഠിക്കണ സമയത്ത് നന്നായി കഷ്ടപ്പെട്ടിട്ട് ഒരു 10-15 തവണ കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, എനിക്ക് തോന്നുന്നു 10-13 വർഷം മുന്നേ ഉള്ള കാര്യം ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതുപോലൊരു ടെക്നിക്ക് അന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ നോക്കിക്ക് ഇങ്ങനെ വന്ന് ഇനിയാണ് നമ്മുടെ ആ സ്ലിറ്റിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നീഡിലിറക്കി പ്രഷർ ഫുട്ട് നമ്മൾ പൊക്കി തുണി നമ്മൾ ടേൺ ചെയ്ത് വീണ്ടും നമ്മൾ ഇവിടെയുള്ള ആ എക്സ്ട്രാ ഭാഗം ജസ്റ്റ് ഒന്ന് മടക്കിയാൽ മതി. കണ്ടോ, ഇപ്പം നമുക്ക് ഓൾറെഡി അത് സെറ്റായിട്ടിരിക്കണം. അതുകൊണ്ട് നമുക്കതിൽ മിസ്റ്റേക്കുകൾ വരുന്നില്ല.
കണ്ടോ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് പിന്നെ ചുമ്മാ ഇങ്ങനെ അടിച്ച് ഇപ്പുറത്തേക്കും കൂടി വരിക. കണ്ടോ കറക്റ്റ് ആ മടക്കിൻ്റെ ഇവിടെ വരുമ്പോൾ നീഡിലിറക്കി പ്രഷർ ഫുട്ട് പൊക്കി വീണ്ടും നമുക്ക് നോക്കിക്കേ കണ്ടോ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇപ്പം നമ്മൾ അടിക്കുന്നത് ആ മടക്കുള്ള ഭാഗത്താണ്. കണ്ടോ നേരത്തെ നമ്മൾ ആ തുമ്പ് ഉള്ള വശത്തായിരുന്നു, ഇപ്പം നമ്മളിത് കണ്ടോ ഇതിങ്ങനെ മടക്കിയിട്ട് അടിച്ചു വരിക. അപ്പോൾ അതിൻ്റെ ആ ഒരു വ്യത്യാസം നോക്കിക്കോളൂ. നല്ല രീതിക്ക് നമുക്ക് സെയിം സാധാരണ നമ്മൾ സ്ലിറ്റ് അടിക്കുന്ന പോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അത് ഞാൻ എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. വീഡിയോ ഒട്ടും തന്നെ ഞാൻ ഫാസ്റ്റ് കൂട്ടാതെ ഫുള്ളായിട്ട് ഞാൻ ഉൾപ്പെടുത്തി തന്നെ കാണിച്ചു തന്നിരിക്കുന്നത് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം നോക്കിക്കേ ഇത് റെഡി ആയിട്ടുണ്ടെന്ന് നോക്കിക്കേതേ ഇത് കണ്ടോ അപ്പം നമ്മുടെ സ്ലിറ്റിൻ്റെ ഉൾവശമാണത് കേട്ടോ. അതെ സ്ലിറ്റിൻ്റെ ഉൾവശമാണ് ഈ ഇരിക്കുന്നത്. ഓക്കെ ഇനി ഇത് സ്ലിറ്റിൻ്റെ ഉൾവശമാണ് ഈ ഇരിക്കുന്നത്. ഇനി നല്ല വശം കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ നല്ല വശം, അതായത് സ്ലിറ്റിൻ്റെ നല്ല വശം കണ്ടോളൂ. നല്ല നീറ്റായിട്ട് ഞാൻ അടുത്ത് സൂം ചെയ്ത് കാണിച്ചു തരാം. അത് നോക്കിക്കേ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ സ്ലിറ്റ് ചെയ്തതിൽ? നല്ല പതിഞ്ഞ് നല്ല ഭംഗിക്ക് നിൽക്കണ്ട, ഒട്ടും വളവോ ചരിവോ ഒന്നുമില്ല, നീറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലോ അത്രയും പെർഫെക്റ്റും നീറ്റുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി കിട്ടുന്നില്ല എന്ന് പറയുന്നവർ ഇതുപോലൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിപ്പോൾ അതിൻ്റെ ഉൾവശമാണ് കണ്ടതേ, ഇതിൻ്റെ ഉൾവശമാണ് നമ്മുടെ സ്ലിറ്റിൻ്റെ ഉൾവശമാണ് ഇത് ഉൾവശമാണ്, മറ്റത് നമ്മുടെ സ്ലിറ്റിൻ്റെ നല്ല വശമാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു സൈഡ് ഞാൻ ചെയ്തു, അതേപോലെ തന്നെ മറ്റേ സൈഡും കൂടി ചെയ്തെടുക്കുക കണ്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വെച്ച് വരാം. ഇഷ്ടമായിക്കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.